ഡെയിലി തോട്ട്സിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദീനമായി കിടക്കുന്ന വ്യക്തിക്ക് സഭയുടെ മൂപ്പൻ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ദൈവിക രോഗശാന്തിയുടെ ഒരു ഭാഗമാണ്. നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ സഭയുടെ മൂപ്പൻ നിങ്ങളുടെ ശിരസിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ അതൊരത്ഭുത രോഗശാന്തിയായി കടന്നു വരും. നാളെ ശാലോം സംഗമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് എണ്ണ പൂശിയുള്ള പ്രാർത്ഥന. 26 ദിവസക്കാലം ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ച അനോയിൻറ്റഡ് ഓയിൽ കടന്നു വരുന്ന സകല വിശ്വാസികളുടെ ശിരസിൽ തൊട്ട് ഒരു ദൈവിക രോഗശാന്തിക്ക് വേണ്ടിയിട്ട്, ഒരു വർഷത്തെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധി സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് ഒരുമിച്ച് കൂടാം ദൈവസന്നിധിയിൽ. നാളെ ഇലക്കോട് ശാലോം സെൻറ്ററിൽ എണ്ണ പൂശിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തി എണ്ണ പൂശി പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കപ്പെടുന്നു. നാളെ ഇലക്കോട് സെൻറ്ററിൽ നടക്കുന്ന എണ്ണ പൂശിയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക രോഗികൾ സൗഖ്യമാകുവാൻ, അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള അനോയിൻറ്റഡ് ഓയിലുള്ള അത്ഭുതകരമായ സംരക്ഷണം ലഭിക്കുവാൻ ദൈവം സഹായിക്കുന്ന മഹാമനസ്സലിവിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷനെ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി അതിനു വേണ്ടിയിട്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കണം. അതിനു വേണ്ടിയിട്ട് അവർ മനസ്സുകൊണ്ട് തയ്യാറെടുക്കട്ടെ. അതിനുവേണ്ടി അവർ ശരീരം കൊണ്ട് തയ്യാറെടുക്കട്ടെ. എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.